ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ 5 ദിവസത്തെ മധ്യപ്രദേശ് ഒഡീഷ സന്ദർശനത്തിന് തുടക്കമായി. മധ്യപ്രദേശിലെ ബേതുലിൽ ഗോത്ര സമൂഹത്തിന്റെ ശാക്തീകരണത്തെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ രാഷ്ട്രപതി പങ്കെടുക്കുകയാണ്. ഫ്രാൻസ് സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ പാരീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം പങ്കെടുക്കും. ഇന്ത്യയുടെ വളർന്നുവരുന്ന ഇന്നൊവേഷൻ ആവാസ വ്യവസ്ഥയും സാങ്കേതിക പുരോഗതിയും പരിപാടിയിൽ ചർച്ചയാകും. ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. യോഗയിലും ആയുർവേദത്തിലും സ്ലൊവാക്യൻ ജനതയ്ക്ക് വലിയ താൽപര്യമാണുള്ളതെന്ന് സ്ലൊവാക്യയിലെ ഇന്ത്യൻ അംബാസഡർ അപൂർവ ശ്രീവാസ്തവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലൊവാക്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ഇന്ത്യൻ അംബാസഡർ. കൂടുതൽ വിവരങ്ങളുമായി സ്ലൊവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി. കേരളത്തെക്കുറിച്ചും അതിന്റെ ആയുർവേദ പാരമ്പര്യത്തെക്കുറിച്ചും അവബോധമുള്ള നിരവധി പേരാണ് സ്ലോവാക്യയിൽ ഉള്ളതെന്ന് ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു. കേരള ടൂറിസത്തിനും ആയുർവേദ മേഖലയ്ക്കും ഇവിടെയെത്തി അത് പ്രചരിപ്പിക്കാൻ വലിയ തോതിലുള്ള അവസരങ്ങളാണുള്ളത്. നിരവധി സ്ലോവാക്യൻ ടൂറിസ്റ്റുകൾ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലേക്ക് പോകുന്നുണ്ടെന്നും അപൂർവ ശ്രീവാസ്തവ ചൂണ്ടിക്കാട്ടി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് എത്തിയ കേന്ദ്ര സംഘം നിപ ബാധിത പ്രദേശവും രോഗി ചികിത്സ തേടിയ ആശുപത്രികളും കഴിഞ്ഞ ദിവസം സന്ദർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സംഘം വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കും. മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്ന രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമായി സംഘം ചർച്ച നടത്തി. സംസ്ഥാനത്ത് ഷിഗല്ല നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തം. കണ്ണൂർ ജില്ലയിൽ ഷിഗല്ല രോഗബാധ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് നടപടികൾ കർശനമാക്കി. ഈ വർഷം 6 പേർക്ക് ഷിഗല്ല രോഗം ബാധിച്ചിട്ടുണ്ട്. ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണവും ജില്ലയിൽ വർദ്ധിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കൂത്തുപറമ്പ് മൂര്യാട്ടെ 62 വയസ്സുകാരിയിലും പാപ്പിനിശ്ശേരിയിലെ 6 വയസ്സുകാരിയിലുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. മൊകേരി പഞ്ചായത്തിൽ 2 കുട്ടികളിൽ കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ചിരുന്നു. രോഗം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ നേരിട്ടെത്തി ആരോഗ്യവകുപ്പ് പരിശോധന നടത്തിവരികയാണ്. കഴിഞ്ഞയാഴ്ച 113 ഡെങ്കി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. ജില്ലയിലെ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജില്ലാതല സംയോജിത രോഗനിരീക്ഷണ സമിതി യോഗം ചേർന്നു. വെള്ളിയാഴ്ചകളിൽ സ്കൂളുകളിൽ ഡ്രൈ ഡേ ആചരിക്കുന്നതിനും ആഴ്ചയിലൊരിക്കൽ പൊതുയിടങ്ങളിൽ ഡ്രൈ ഡേ കർശനമായി ആചരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. വയനാട് നെന്മേനി ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ച കോളിയാടി മാർ ബസേലിയോസ് UP സ്കൂളിൽ അവധി ഈ മാസം 21 വരെ തുടരുമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. മറ്റു സ്കൂളുകൾ ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിർദ്ദേശങ്ങൾ പാലിച്ചാണ് തുറന്നു പ്രവർത്തിക്കുന്നതെന്ന് ബന്ധപ്പെട്ട സ്ഥാപന മേധാവികൾ ഉറപ്പാക്കണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. തൃശൂർ കൊടുങ്ങല്ലൂരിൽ പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന KSEB ജീവനക്കാരൻ മരിച്ചു. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. സൗത്ത് സുഡാനിൽ നിന്നെത്തിയ 54-കാരി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രത്യേക നിരീക്ഷണത്തിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗം പടർന്നു പിടിക്കുന്ന പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പ്രോട്ടോകോൾ പാലിച്ചാണ് ഇവരെ ഐസൊലേഷനിലാക്കിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ടെന്നും കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ TG തോമസ് ജേക്കബ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 ആരംഭിച്ച പദ്ധതിക്കായി 99,446 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും ഇതോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ നടക്കും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കോട്ടയം റീജിയണൽ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ നാളെ സംഘടിപ്പിക്കുന്ന PMVBRY പരിപാടിയിൽ പദ്ധതിക്ക് കീഴിലുള്ള ഗുണഭോക്താക്കളായ തൊഴിലുടമകളെയും തൊഴിലാളികളെയും ആദരിക്കും. കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദലാജെ എന്നിവർ ചടങ്ങിൽ വെർച്വലായി സംബന്ധിക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി VD സതീശൻ ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധിയും വികസന ലക്ഷ്യങ്ങളും തമ്മിൽ സന്തുലിതമാക്കിക്കൊണ്ടുള്ള ബജറ്റായിരിക്കുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെ തെരഞ്ഞെടുപ്പിലെ വാഗ്ദാനങ്ങളും ഗ്യാരണ്ടികളും ബജറ്റിൽ ഇടം പിടിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. PM ശ്രീ ദേശീയ നയമാണെന്നും അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയെന്നും കുട്ടികൾക്ക് ഉപകാരപ്രദമാണെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. PM ശ്രീ വിഷയത്തിൽ രാഷ്ട്രീയ തർക്കങ്ങളുണ്ടെങ്കിൽ LDFും UDFും തീർക്കട്ടെയെന്നും കേന്ദ്ര സഹമന്ത്രി തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ ജലവിതാനം ക്രമീകരിക്കുന്നതിനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തുറന്നിരുന്ന 6 ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചു. നീരൊഴുക്ക് കുറഞ്ഞതോടെയാണ് ഷട്ടറുകൾ അടച്ചത്. കാലവർഷം ശക്തി പ്രാപിക്കാത്തതിനാൽ സംഭരണിയിലെ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 9:30 നടക്കുന്ന ഗ്രൂപ്പ് A പോരാട്ടത്തിൽ ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്കയെ നേരിടും. രാത്രി 12:30 നടക്കുന്ന മറ്റൊരു മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡ് ബോസ്നിയ ഹെർസഗോവിനയെ നേരിടും. ഇന്ന് പുലർച്ചെ നടന്ന കളിയിൽ ക്രൊയേഷ്യക്കെതിരെ ഇംഗ്ലണ്ട് 2-4 ഗോളുകൾക്ക് വിജയിച്ചു. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയും മഞ്ചേരി പ്രസ് ക്ലബ്ബും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഏകദിന മാധ്യമ ശില്പശാല വാർത്താ ലാബ് മഞ്ചേരിയിൽ പുരോഗമിക്കുന്നു. മലപ്പുറം ജില്ലാ കളക്ടർ വിനയ് ഗോയൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം റീജിയണൽ അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിച്ചാമി അധ്യക്ഷത വഹിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ ഈ മാസം 21 നടക്കുന്ന യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഇത്തവണത്തെ യോഗാ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് se.census.gov.in എന്ന പോർട്ടലിലൂടെ വിവരങ്ങൾ സമർപ്പിക്കാം. അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് ഇടനിലക്കാരുടെ വീട്ടിൽ ED പരിശോധന നടത്തുന്നു. പുളിയത്തുമുക്ക് സ്വദേശി ശ്രീജയുടെ വീട്ടിലും കൊല്ലം സ്വദേശി സുധീറിന്റെ വീട്ടിലുമാണ് പരിശോധന. ഇവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പത്തനംതിട്ടയിലെ വൃദ്ധസദനത്തിൽ ജോലിക്ക് നിന്ന കുട്ടിക്ക് ക്രൂരമർദ്ദനമേറ്റെന്ന മാധ്യമ വാർത്തയെ തുടർന്ന് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സ്ഥാപനത്തിൽ പരിശോധന നടത്തി. പരിശോധനയിൽ 17 വയസ്സുള്ള കുട്ടിയെ വൃദ്ധസദനത്തിൽ ബാലവേല ചെയ്യിപ്പിച്ചതായി കണ്ടെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പാരീസിൽ നടക്കുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ സാങ്കേതിക വിദ്യ സ്റ്റാർട്ടപ്പ് ഇവന്റായ വിവാടെക് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് നാളെ. ബജറ്റിന്മേലുള്ള പൊതുചർച്ച തിങ്കളാഴ്ച മുതൽ. PM വികസിത് ഭാരത് റോസ്ഗാർ യോജന പ്രകാരം 2400 കോടിയോളം രൂപയുടെ ഇൻസെന്റീവുകൾ പ്രധാനമന്ത്രി നാളെ ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിലും 6 ജില്ലകളിൽ തത്സമയം പ്രത്യേക പരിപാടി. സംസ്ഥാനത്ത് ഷിഗല്ല, നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പകർച്ചവ്യാധി വ്യാപനം തടയാനും കർശന നടപടികൾ.
സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ചെക്ക് റിപ്പബ്ലിക് ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.